ഇത് വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് ആരോപിച്ച് ആ ആവശ്യം ഉയർത്തിയവനെ ഗംഗയിൽ ഒഴുക്കാനും ഒരു മടി കാണിക്കുകയില്ല. ഇത്തരം അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കെ നമ്മുടെ നദികൾ മരിച്ചു പോവുകയും പക്ഷികൾ അപ്രത്യക്ഷമാവുകയും പൂക്കൾ മാഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് അവിടെ അവസാനിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി മനുഷ്യരും ഇല്ലാതെയാവുന്നു എന്ന് നാം കാണുന്നു. ഭൂമിക്കൊരു ചരമഗീതം എഴുതിയത് ഒ.എൻ.വി.യാണ്, മലയാളികളുടെ പ്രിയപ്പെട്ട കവി. അതിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നിന്നാസന്ന മൃതി എന്നാണ്. ഭൂമി മരണത്തെ നേരിൽ കാണുന്നു. അത് കാവ്യഭാവനയുടെ ധാരാളത്തെ മാത്രമല്ല, ആലങ്കാരികതയ്ക്കും അപ്പുറം അല്പവും അതിശയോക്തിയില്ലാത്ത ഒരു വർത്തമാനകാല തിരിച്ചറിവ് കൂടിയാണ് എന്ന് നമ്മൾ കാണും. പൂക്കളും കിളികളും ലോകത്ത് മനുഷ്യർക്ക് മാത്രമായി ജീവിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് നാം ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ചുറ്റുപാടുകളോടുകൂടി ജീവിക്കുന്നു എന്ന് തന്നെയാണ്. പ്രകൃതിയുമായി സൗഹൃദത്തിൽ കഴിയുന്ന മനുഷ്യർ പുലരാതെ ഭാവി തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനാവില്ല. ആ തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കാൻ, തലമുറകളെ നയിക്കാൻ പൂക്കളോടും പുഴകളോടും ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. മനുഷ്യരെ കാണുന്ന പ്രാധാന്യത്തോടെ എല്ലാ ചരാചരങ്ങളെയും കാണാൻ കഴിയുന്ന ഹൃദയ വിശാലത ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കുക എന്നതാണ് മനുഷ്യത്വം എന്ന് തിരിച്ചറിവുള്ള ഒരു തലമുറയും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ആകെ തുകയാണ് മാർക്സ് തന്നെ പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാർക്സ് പറഞ്ഞിട്ടുള്ളതും നമുക്കെല്ലാം പ്രശസ്തമായിട്ടുള്ളതുമായ വാചകങ്ങൾ ആവർത്തിക്കേണ്ടതല്ല, എങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം ഈ ഭൂമി ആരുടേതാണ് എന്നാണ്. ആരാണ് ഭൂമിയുടെ അവകാശി? ആ പേര് എഴുതിയ കഥയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അത് ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാർക്സ് പറയുന്നു, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെയോ സ്വകാര്യ സ്വത്തല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മാനവരാശിയുടെ മുഴുവൻ സ്വത്തുമല്ല ഭൂമി. നമ്മളെല്ലാം ഗുണഭോക്താക്കൾ മാത്രമാണ് ഈ പ്രകൃതിയുടെ. നമുക്ക് കൈവന്ന ഈ പ്രകൃതിയെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ഒരു പോറലും ഏൽക്കാതെ വരും തലമുറയ്ക്ക് കൈമാറുകയാണ് വേണ്ടത്. ആ ബാധ്യതയാണ് നമുക്ക് എന്ന് ഓർമ്മിപ്പിച്ചത് മാർക്സാണ്. പരിസ്ഥിതിയെ പോറലേൽക്കാതെ സംരക്ഷിക്കാൻ, പരിസ്ഥിതിയെ ഏറ്റവും തകർക്കാൻ ഇടയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുതലാളിത്തത്തിൻ്റെ ഹൃദയശൂന്യമായ ലാഭേച്ഛയാണ്. അവർ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അതിൻ്റെ പാരിസ്ഥിതികാഘാതത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് നാളെ ഭൂഗോളത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായി മാറും എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ലോകം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ വരും തലമുറയ്ക്ക് വസിക്കാൻ കഴിയുന്നതായി രൂപപ്പെടുത്തി കൈമാറാനും ഒക്കെ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മളാകെ എല്ലാ തലമുറകളും ശ്രദ്ധയോടെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് യാത്ര ചെയ്യാൻ എത്താൻ പൂക്കളെയും പുഴകളെയും കുറിച്ചുള്ള ചിന്തകളും ആകുലതകളും നമ്മളെ പ്രേരിപ്പിച്ചാൽ നല്ലത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിലേക്ക് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.